ശ്രീ ബൈജു കൊട്ടാരക്കര, അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലുള്ള ഭിന്നത അത് പ്രകടമായ ഒരു കാര്യം തന്നെയാണ്. പ്രതിഫലം കുറയ്ക്കണം എന്ന് ജി സുരേഷ് കുമാർ പറഞ്ഞതാണല്ലോ. പ്രമുഖ താരങ്ങളെ അത് പറ്റില്ല, പ്രകോപനപരമായിട്ടാണ് അദ്ദേഹത്തിന് സംസാരം എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അവിടെയാണല്ലോ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രത്യക്ഷപ്പെടൽ പോലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജോയ് മാത്യു കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അമ്മയുടെ ഒരു നിലപാടെന്ന് അത് വ്യക്തവുമാണല്ലോ. നിർമ്മാതാക്കൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് മലയാള സിനിമയിൽ? ആദ്യം തന്നെ മഞ്ജുഷ പറയട്ടെ, അമ്മയല്ല AMMA എന്നേ ഞാൻ പറയുള്ളൂ. കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ഒരുപാട് നിലപാടുകൾ എടുക്കുന്നു പറയുന്ന ജോയി മാത്യു പോലും ഈ AMMAയുടെ പല കാര്യങ്ങളിലും, ഈവൻ നടി ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിലും ശരി, ഹേമ കമ്മിറ്റിയുടെ കേസിലാണെങ്കിലും ശരി, ഏതാണ്ട് 58ഓളം പേരുടെ പേരിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട് AMMAയിൽ നിന്ന് തന്നെ. എന്തെങ്കിലും നടപടികൾ ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ഒരു പ്രതിഫലത്തിന്റെ കാര്യം വന്നപ്പോ AMMAയിലെ ഈ പറയുന്ന താരങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു. ഈ പ്രതിഫലം ഇന്നോ ഇന്നലെയോ ആണോ ഇവർ കൂട്ടിയത്? കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രതിഫലങ്ങൾ കുറയ്ക്കണം എന്ന് ഈ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് കുമാർ പറയുന്നു താരങ്ങൾ സിനിമ എടുക്കരുതെന്ന് പറയുന്നു. ആ പറയുന്നതിൽ യാതൊരു ന്യായമില്ല. കാരണം സിനിമ എടുക്കാനും ഏത് താരങ്ങൾക്കും ഏത് ടെക്നീഷ്യനും ഒക്കെ സിനിമ എടുക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ അവിടെ നടക്കുന്ന ഒരേ ഒരു കാര്യം, ഇപ്പൊ ഈ പ്രസ്താവനയ്ക്ക് ഇറക്കുന്ന ആന്റണി പെരുമ്പാവൂരുണ്ടല്ലോ, ആരാണ് ആന്റണി പെരുമ്പാവൂർ? ആരാണ് ബാക്കിയുള്ള മലയാളത്തിലെ ഈ മുൻനിര നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ആളുകളായിട്ട് ഇപ്പൊ നിൽക്കുന്ന ആളുകൾ ആരാണ്? പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും ഒക്കെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് നാട്ടുകാരന്റെ കാശ് കൊണ്ട് സിനിമ എടുത്ത ആളുകളാണ് കൂടുതലും. ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്നാണ് സിനിമ എടുത്തുകൊണ്ടത് ഇത്തരം കാലം? ആന്റണി പെരുമ്പാവൂർ 20 കോടിയുടെ 50 കോടിയോ 100 കോടിയോ സിനിമ എടുക്കുന്ന ആന്റണി പെരുമ്പാവൂരിന്റെ വീട് പിരിട്ട് കൊണ്ടുവന്ന കാശ? അതോ ആന്റണി പെരുമ്പാവൂർ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണോ? സിനിമയിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിയ പണം കൊണ്ടാണോ ആന്റണി പെരുമ്പാവൂർ സിനിമ എടുക്കുന്നത്? അപ്പൊ എല്ലാവർക്കും അറിയാം ആന്റണി പെരുമ്പാവൂർ ആരാണ്. മോഹൻലാലിന്റെ കൂടെ നിന്ന് മോഹൻലാലിന്റെ സിനിമകളാണ് അയാൾ എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രൊഡ്യൂസർമാരും. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ അമേരിക്കയിൽ നിന്നാണ്, ഞാൻ ടെക്സസിലുണ്ട്. ഇവിടെ അടുത്തൊരു പ്രൊഡ്യൂസറിനെ ഈ അടുത്തൊരു ദിവസം കാണാൻ വന്നിരുന്നു. കണ്ണിലൂടെ കരച്ചിലാണ് വരുന്നത്. ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കരച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം 6 കോടിയെന്നോ മറ്റോ പറഞ്ഞിട്ട് 24 കോടി രൂപ ചെലവായ ഒരു സിനിമ ഇതുവരെയും റിലീസ് ആവാതെ പെട്ടിയിലിരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ പറയുന്നത് അല്ല, ഇവിടെ ജോയ് മാത്യു പറഞ്ഞ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇത് കുറെ വർഷങ്ങളായിട്ട് എല്ലാ കാലത്തും മലയാള സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് താരങ്ങളെ വേണ്ട എങ്കിൽ അവരെ അഭിനയിപ്പിക്കേണ്ട, മറ്റുള്ളവരെ വെച്ച് അഭിനയിപ്പിച്ചു. താരങ്ങളെ വേണമെങ്കിൽ അവർക്ക് ഡിമാൻഡ് ഉണ്ട്, അതനുസരിച്ച് പ്രതിഫലം നൽകണം. അത് നിങ്ങളും വെറുതെ അല്ലല്ലോ ഈ കാശ് കൊടുക്കുന്നത്, നിങ്ങൾക്കും ലാഭം കിട്ടുന്നതിന് വേണ്ടി അല്ലേ എന്ന്. അതാണല്ലോ സ്വാഭാവികമായിട്ടും അമ്മയിലെ മുതിർന്ന ആളുകൾ പറയുക. മഞ്ജുഷെ, അവര് പറയുന്നത് കറക്റ്റാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നിർമ്മാതാക്കൾ സിനിമ ചെയ്യുന്നത്. പക്ഷേ ഏതിനും ഒരു മര്യാദയുണ്ട്. ഇന്ന് 5 ലക്ഷം മേടിക്കുന്നവൻ ഒരു സിനിമ ഓടിയാൽ ആ സിനിമ തിയേറ്ററിൽ ഒരു 2 ആഴ്ച ഓടിക്കഴിഞ്ഞാൽ ഈ 2 ആഴ്ച ഓടുന്നതിന് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന പണി അറിയത്തില്ലേ? സുരേഷ് കുമാർ പറഞ്ഞു 100% സത്യമാണ്. 100 കോടി ക്ലബിൽ കയറി, 200 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റ് പോലും അടുത്ത സിനിമയ്ക്ക് ചോദിക്കുന്ന 50 ലക്ഷം രൂപയാണ്. ഈ 50 ലക്ഷവും 1 കോടിയും 2 കോടിയും ഒക്കെ ആക്കി കൊടുക്കുന്ന ഈ നിർമ്മാതാക്കൾ തന്നെയാണ്. ഈ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഈ സുരേഷ് കുമാറോ സിയാദ് കോക്കറിനെ പോലെയുള്ള ആളുകളല്ല എന്നുള്ളതാണ് സത്യം. ഈ വിദേശങ്ങളിൽ നിന്നും മറ്റും, അതായത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവരെ പ്രലോഭിപ്പിച്ച് അവിടെ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരും ചില ഫോക്കസും ഈ താരങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കോടികളാണ് ഈ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് മുഴുവൻ കാരണം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സുരേഷ് കുമാർ സിനിമ എടുത്താൽ മോഹൻലാൽ 25 കോടി രൂപ ചോദിച്ചാൽ സുരേഷ് കുമാർ കൊടുക്കുമോ? അല്ലെങ്കിൽ ലിസിമം കൊടുക്കുമോ? അപ്പൊ ഇവരൊക്കെ ഈ വളരെ ഇൻഡസ്ട്രി അറിഞ്ഞ് പിന്നെ സിനിമ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വേണ്ടി എന്തും ചെയ്യാം, എത്ര കോടി വേണേലും എടുക്കാം, എത്ര ബ്ലാക്ക് മണി ആയാലും കുഴപ്പമില്ല, ഇത് ഞങ്ങൾ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പണം കൊടുക്കുമ്പോഴാണ് ഈ താരങ്ങൾ അതിൽ അങ്ങ് മറന്ന് അഭിനയിച്ചു പോയി സിനിമയിൽ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഇപ്പോൾ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ ഈ തർക്കമൊക്കെ, കെട്ടടങ്ങാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ജോയ് മാത്യു തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പരസ്പരം പഴിചാരുന്ന ആളുകൾ തന്നെ വളരെ സൗഹൃദത്തിലുള്ള ആളുകളുമാണ്. ഇപ്പോൾ ജി സുരേഷ് കുമാറും മോഹൻലാലും തമ്മിൽ തെറ്റി എന്നൊക്കെ നമുക്ക് വെറുതെ പറയാം എന്നല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യമേ അല്ലല്ലോ. മഞ്ജുഷേ, മോഹൻലാലും സുരേഷ് കുമാറും തമ്മിൽ തെറ്റുന്നതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ സുരേഷ് കുമാർ പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. ആ സത്യസന്ധമായ കാര്യങ്ങൾ സുരേഷ് കുമാർ ആണെങ്കിലും നേരത്തെ പറഞ്ഞ സിയാദ് കോക്കർ ആണെങ്കിലും ഇവരൊക്കെ മലയാള സിനിമയിൽ മര്യാദക്ക് സിനിമ എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താരങ്ങളാണെങ്കിലും, എനിക്കറിയാം, എന്റെ ഒരു സുഹൃത്തുണ്ട് ഓസ്ട്രേലിയയിലെ, ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഷിബു ആണ് മിക്കവാറും സിനിമകളുടെയൊക്കെ വേൾഡ് റൈറ്റ് എടുക്കുന്നത്.
സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷിബുവിനെ സമീപിക്കും. എന്തിനാ? പണം മേടിക്കാൻ. ഈ പണം മേടിച്ചത് എത്ര സിനിമയുടെ പണം ഈ മനുഷ്യന് കിട്ടാനുണ്ടെന്നറിയോ? അതിന് കേസുകൾ എത്ര നാട്ടിലുണ്ടെന്നറിയോ? അല്ല, അതിന് ആരാണ് കുറ്റക്കാർ? ബൈജു, അതിന് ആരാണ് കുറ്റക്കാർ? അതിനാരാണ് കുറ്റക്കാർ? അതില് കുറ്റക്കാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് കുറ്റക്കാര് മറ്റാരുമല്ല, ഈ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ഒരു കോക്കസ് തന്നെയുണ്ട് മഞ്ജുഷ്. ആ കോക്കസ് എന്ന് പറയുന്നതാണ്, നേരത്തെ പറഞ്ഞില്ലേ, ഒരു 15 അംഗ പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നില്ലേ, എല്ലാം ഒന്ന് തന്നെ. ഈ പറഞ്ഞ 15 അംഗ പവർ കമ്മിറ്റിയാണ് AMMയിലാണെങ്കിലും ശരി, ഫെഫ്കയിലാണെങ്കിലും വേറെയുള്ള അസോസിയേഷനിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ചേർന്ന ഒരു കോക്കസ്, അതായത് ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു കോക്കസ് ആണ് ഈ സിനിമയുടെ ഈ അധോഗതി അന്നും ഇന്നും ഈ വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ പണം മേടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒറ്റ ആഗ്രഹം എന്താ? ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിൽ എത്ര ആർട്ടിസ്റ്റുകൾ ഒരു സിനിമ കഴിഞ്ഞാൽ അവരുടെ സ്വന്തം സിനിമ അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെയോ ഒക്കെ അവരുടെ സ്വന്തം സിനിമ അല്ലെങ്കിൽ അവര് സ്വന്തം പണം മുടക്കിയതോ അവര് പ്രൊഡക്ഷനിൽ പാർട്ണറായിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ എത്ര പേര് പ്രൊമോഷന് വേണ്ടി ഒരു മാസത്തേക്ക് ഈ സിനിമയ്ക്ക് പോകുന്നു? സിനിമ റിലീസ് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് പല പ്രാവശ്യവും. ഒരു ആർട്ടിസ്റ്റിനെങ്കിലും ഒരു പ്രൊമോഷൻ വിളിക്കുമ്പോൾ ഇവർക്ക് സമയമില്ല, അടുത്ത സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ആണ് ഇവരൊക്കെ ഉള്ള സമയം കൊണ്ട് ഈ ഉള്ളതെങ്കിൽ പോരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന താരങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. ശരി, ഇപ്പോൾ ബ്രൈറ്റ് തോംസൺ അദ്ദേഹം പുതിയൊരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു